നമുക്കിന്ന് രസം ഉണ്ടാക്കിയാലോ. 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിന് പാകത്തിന് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2 വറ്റൽമുളകും കൂടി കീറിയിടുന്നുണ്ട്. അതും കൂടി ഇട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലൂടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഇച്ചിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടി പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെയായിട്ട് പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവസാനം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ 10 മിനിറ്റ് തിളയ്ക്കാൻ വിടുക. 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാകും. നമ്മുടെ ഇഷ്ടത്തിനും പുളിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.